പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സബ്ജക്റ്റ് തിരുരക്തത്തിൻ്റെ മഹിമ, അതായത് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇത് നമുക്കൊരു ചെറുതായിട്ട് നോക്കാം. ഒരുപാട് സംസാരിക്കാനുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ കൂടി നമ്മളിത് കുറച്ച് സമയം കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാം. ലേവ്യ പുസ്തകത്തിൻ്റെ 17:11 പ്രകാരം എല്ലാ മാംസത്തിൻ്റെയും ജീവൻ രക്തത്തിലാണ്. അത് രക്തമാണല്ലോ നമ്മളെല്ലാ ജീവനുമായി പ്രായശ്ചിത്തമാകുന്നത്. വേറൊരു വചനം വായിക്കുകയാണ്, ഇബ്രായ ലേഖനത്തിൻ്റെ 9:12. രക്തം ചൊരിയാതെ പാപത്തിൽ വിടുതലില്ല. ക്രിസ്തുവിൻ്റെ രക്തം പാപപരിഹാരമായിട്ടാണ് ചൊരിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഏദൻ തോട്ടത്തിലെ പാപത്തിനനുസരിച്ചിട്ട് എല്ലാ മനുഷ്യനും ഇന്ന് ലോകത്തിൽ പാപിയായിട്ടാണ് ജനിക്കുന്നത്. സങ്കീർത്തനം 51 കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യൻ്റെ രക്തത്തിന് ഒരു ബലി കഴിക്കാനുള്ള അധികാരമില്ല. കാരണം നമ്മൾ പാപത്തിൽ കൂടിയാണ്. ഈ ബലി കഴിക്കാനുള്ള അധികാരം, അർഹത ഒരു പാപമില്ലാത്ത ഒരു വ്യക്തിയുടെ രക്തമാണ്. അത് ഈ ലോകത്തിൽ ആരുമില്ല. പക്ഷേ നമ്മളെല്ലാം ഭാഗ്യം കൊണ്ടും പിതാവിൻ്റെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും പിതാവ് സ്വന്തം പുത്രനെ ഈ ലോകത്തിൽ ജനിപ്പിച്ചു. പരിശുദ്ധാത്മാവിൽ കൂടിയാണ് ജനിച്ചത്. ഒരു സ്ത്രീയിലാണ് ജനിച്ചത്. അപ്പോൾ ഇവിടെ ഒരു പുരുഷൻ്റെയും സ്ത്രീൻ്റെയും ഒരു സമ്പർക്കത്തിലല്ല ജനിച്ചത്. വെറും ഒരു സ്ത്രീൻ്റെ ഉദരത്തിൽ ജനിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ജനിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ കൂടിയാണ്. വചനം മാംസം ധരിച്ചതാണ്. ആ രക്തത്തിൽ ഉള്ള ക്രിസ്തുവിൽ ഒരു പാപവുമില്ല. ക്രിസ്തു ലോകത്ത് തികച്ചും ദൈവവും മനുഷ്യനുമായിട്ടാണ് ജനിച്ചത്. പക്ഷേ ഈ ലോകത്തിലുള്ള പ്രവൃത്തികൾ മുഴുവൻ ചെയ്തിട്ടുള്ളത് മനുഷ്യനായിട്ടാണ്. കാരണം മനുഷ്യന് പകരമായിട്ട് ആണ് ക്രിസ്തു അവൻ്റെ രക്തം ചൊരിഞ്ഞത്. അതുകൊണ്ടാണ് ലേഖനത്തിൻ്റെ 9:12 പറഞ്ഞമാര് രക്തം ചൊരിയാതെ പാപത്തിന് ഒരു വിടുതലുമില്ല. പാപത്തിൻ്റെ ശിക്ഷ മരണമാണ്. റോമാലേഖനത്തിൻ്റെ 6:23 എഴുതിയ മാതിരി. ഇതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചെന്നറിയാം. ഒന്ന്, നമ്മളെ വീണ്ടെടുക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപിയായ മനുഷ്യനെ പാപമില്ലാത്ത മനുഷ്യനാക്കി മാറ്റിയിട്ട് ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, റിഡംഷൻ. ഇത് വളരെ ക്ലിയർ ആയിട്ട് എഫെസ്യൻ പുസ്തകത്തിൽ ലേഖനത്തിൻ്റെ 1:7 എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റിഡംഷൻ, അതായത് വീണ്ടെടുപ്പ്, ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തിൽ കൂടിയാണുള്ളത്. പിന്നെ ഈ രക്തത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ രക്തത്തിന് പല കാര്യങ്ങളും വേറെ ചെയ്യാനുണ്ട്. കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ഇവിടെ സംസാരിക്കുള്ളൂ. ഒന്ന്, യോഹന്നാന്റെ 1:7 നോക്കാം. അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നതിന് വേണ്ടി തമ്മിൽ കൂട്ടായ്മയുണ്ട്. അതിന് പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ പാപത്തിന് ശുദ്ധീകരണം വേണമെങ്കിൽ രക്തത്തിൽ കൂടി മാത്രമേ നടക്കുള്ളൂ. ഇത് 1 യോഹന്നാന്റെ 1:7 റെവലേഷനായ വെളിപ്പാടിൻ്റെ 1:5 കൊടുത്തിട്ടുണ്ട്. ഇതേ തന്നെയാണ്
റോമാലേഖനത്തിൻ്റെ 3:25 പറയുന്നത്. അതുകൂടാതെ ശത്രുവിൻ്റെ ജയം ഇത് രക്തത്തിൽ കൂടി മാത്രമേ നടക്കുന്നുള്ളൂ. വെളിപ്പാടിൻ്റെ 11:11 പറയാണ്, ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഈ ശക്തി കൊണ്ട് നമുക്ക് ശത്രുവിൻ്റെ മേൽ വിജയം നേടാൻ പറ്റും. ശത്രു എന്ന് പറയുന്നത് നമ്മളൊക്കെ ശത്രു ആരായെന്ന് ലോകത്ത് ഒരു ശത്രു മാത്രമേ ഉള്ളൂ, അത് പിശാചാണ്. കാരണം പിശാച് നമ്മൾ ഉള്ളിലിരുന്ന വ്യക്തിയാണ്, ഇതിന് പുറത്താക്കിയതാണ്. അവനെ രക്തത്തിൽ കൂടി അല്ലാതെ രക്തത്തിൽ കൂടി മാത്രമേ അവനോട് പൊരുതിയിട്ട് ജയിക്കാൻ പറ്റുള്ളൂ. വേറെ ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കും, കുറച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഒന്നാമത്തത്, നമ്മളെ പഴയ നിയമപ്രകാരം ദൈവം നമ്മളോട് കോപിച്ചിരിക്കുന്ന ഒരു ശക്തിയാണ്. പക്ഷേ ഈ കോപം മാറ്റാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ രക്ഷിക്കാൻ തുടങ്ങി. നമ്മൾ പറയുന്നത് രക്ഷിക്കുന്നത്, രക്ഷിക്കപ്പെടുക വെച്ചാൽ രക്ഷപ്പെടുക. നമ്മൾ രക്ഷിക്കുന്നതിന് ഈ രക്തത്തിൽ കൂടി മാത്രമേ നമ്മൾ രക്ഷിക്കാൻ പറ്റുള്ളൂ. ആ രക്തത്തിനെ പറ്റിയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി ചൊല്ലിയിട്ടുള്ളത്. പിന്നെ നമ്മളെയൊക്കെ വിശുദ്ധരാക്കണം. എല്ലാവരും വിശുദ്ധിയിലേക്ക് പോകാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ആ വിശുദ്ധിയിലേക്ക് പോകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി മാത്രമേ നമ്മൾ വിശുദ്ധിയിലേക്ക് പോകുള്ളൂ. 2 കൊരിന്ത്യർ 5:18-19 വചനങ്ങളും 21 വചനത്തിനെ കുറിച്ച് നമ്മളെ വിശുദ്ധിയല്ല, ക്രിസ്തുവിൻ്റെ വിശുദ്ധി നമുക്ക് ക്രൂശിൽ സൗജന്യമായിട്ട് ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമത്തിൽ കൂടി തന്നതാണത്. അടുത്തത്, നമുക്കെല്ലാം സമാധാനം വേണം. നമ്മളോട് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ആ സമാധാനം നമുക്ക് കിട്ടുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി മാത്രമേ നമുക്ക് സമാധാനം കിട്ടുന്നുള്ളൂ. പിശാചുമായിട്ടുള്ള ആത്മീയ യുദ്ധത്തിൽ നമുക്ക് വിജയം തരുന്നതും ക്രിസ്തുവിൻ്റെ രക്തം തന്നെയാണ്. അതേമാതിരി എബ്രായ ലേഖനത്തിൻ്റെ 12:24 വചനപ്രകാരം ഈ രക്തം ഇന്നും നമ്മളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കെല്ലാം ഇന്ന് ഒരു വഴി തുറന്നിരിക്കുകയാണ് ക്രിസ്തു. അത് പറയുന്നുണ്ട്, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. യോഹന്നാൻ 14:6. അതായത് ക്രിസ്തു ആ തിരശ്ശീല നമ്മൾ ദേവാലയത്തിൽ കണ്ടെത്തി ശിരശീല പൊട്ടിച്ചിട്ട് സ്വന്തം ശരീരം ശിരശീലയാക്കി മാറ്റിയിട്ട് നമ്മൾ ദൈവത്തോട് പോകാനുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്ക് തന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പിതാവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തു ആണ് അതിൻ്റെ ഇൻ്റർസെസർ, അതായത് മധ്യസ്ഥം ചെയ്യുന്നത്. കാരണം ക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതേമാതിരി നമുക്ക് നോക്കാം, നമ്മൾ മുമ്പെയൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോയ വ്യക്തികളാണ്. ഇന്നത് സമീപസ്ഥരാക്കിയിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി. ഇത് എഫെസ്യൻ ലേഖനത്തിൻ്റെ 2:13 പറയുന്നുണ്ട്. ഇതുകൂടാതെ വേറെ പല സ്ഥലത്തും വേറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എഫെസ്യൻ്റെ 1:7, കൊളോസ്യൻ്റെ 1:14, എബ്രായ ലേഖനത്തിൻ്റെ 9:12 ഞാൻ എഴുതി. നമ്മളെ രക്തത്തിൽ കൂടി വീണ്ടെടുപ്പ് നടന്നിട്ടുള്ള എന്നേക്കുമായാണ്, അതായത് ഇറ്റേണൽ, അതായത് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഇനി ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല. ഒരു ക്രിസ്തുവിന് ജനിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ക്രിസ്തു ഇല്ല. ഒരു ക്രിസ്തു കൊണ്ട്, അതുകൊണ്ടാണ് ഇറ്റേണൽ ഗോഡ്. അതായത് ഇറ്റേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിത്യതയിലുള്ള ജീവിതം. അതിൽ നിത്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്നും കാണുന്നുണ്ട്, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പോൾ ഈ തരത്തിലാണ് ക്രിസ്തു നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തിൽ വന്ന് ജീവിച്ചതും നമുക്ക് വേണ്ടി ത്യാഗമായി തീർന്നതും. ഒരു ചെറിയ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവെ, നിന്റെ വിശുദ്ധ രക്തത്തിനുള്ള കൃതജ്ഞതയോടെ ഞാൻ നമിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കുകയും നീ നൽകിയ സമാധാനത്തിൽ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.